എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബോയ്സ് സീസൺ 5 എപ്പിസോഡ് 4ൻ്റെ റിവ്യൂ ആണ്. ഓരോ ആഴ്ചയുമാണ് ഇമ്മാരുടെ വീഡിയോ ഇടുന്നത്. സോ ഇന്ന് വന്നിട്ടുണ്ട് എപ്പിസോഡ്. ഞാൻ ഇപ്പം തന്നെ കണ്ടു തീർത്തുള്ളൂ. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ആവറേജ്, വെരി ആവറേജ്. കാരണം ഇതുവരെയും കണ്ടതിൽ വെച്ചാൽ ദി മോസ്റ്റ് ആവറേജ്. എനിക്ക് ഒട്ടും ലീസ്റ്റ് ഇഷ്ടപ്പെട്ട എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. 1 മണിക്കൂർ ഉണ്ടായിരുന്നു. ആൻഡ് വാട്ട് ഗോഡ് എന്ന് പറഞ്ഞ ആംഗിൾ നമ്മൾ എന്തായാലും ഒരു ദിവസം സംഭവിക്കാനിരിക്കേണ്ടത്. എന്തായാലും ഒരു ദിവസം ഹോംലാൻഡറിന് ദൈവമാകണം എന്നുള്ളതൊരു വെളിപാടുണ്ടാവുമെന്ന് ഉറപ്പായിട്ടും അറിയായിരുന്നു. ബട്ട് ഇങ്ങനൊരു വെളിപാടുണ്ടാവുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ലൈറ്റ് അടിച്ചുള്ളൂ, ഒന്നും കാണിച്ചില്ല. സോ അങ്ങനെ ഒരു വെളിപാടായിരുന്നു. ബട്ട് അത് ക്യാരക്ടർ അങ്ങനെ ആകുമെന്നുള്ളത് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. ബട്ട് ഓവറോൾ പ്രസന്റേഷൻ സംഭവമൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ സീരീസ് ഈ എപ്പിസോഡിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ആകെ ഒരു സീൻ, നമ്മുടെ സ്വന്തം ബ്ലാക്ക് നോയർ പുള്ളിക്കാരൻ്റെ മുഖം കാണിച്ചു. ആ നടൻ കുറേ നാളായിട്ട് ചോദിക്കണേക്കും ഒരു സീനെങ്കിലും എൻ്റെ മുഖം കാണിച്ച് ചെയ്തൂടെ. അങ്ങനെ ഒറ്റ സീൻ മുഖം കാണിച്ച് ചെയ്തു. ആൻഡ് വേണ്ടായിരുന്നു എനിക്ക് തോന്നി. കാരണം ഇത്രയും ഹെവി ആയിട്ടുള്ള ക്യാരക്ടർ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു നടൻ തന്നെയാണ് 2 ബ്ലാക്ക് നോറും ചെയ്തേക്കണം. ഒരെണ്ണം മരിച്ചല്ല, 2 ചെയ്തേക്കണം ഈ പുള്ളിക്കാരൻ തന്നെയാണ്. പുതിയ ക്യാരക്ടർ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ബട്ട് ഷോകോയി റൈറ്റിങ്ങിൽ ഷോകോയി ആ ഒരു മുഖം കാണിച്ചുള്ള ആ ഒരു പെർഫോമൻസും ലൈക്ക് കാണിക്കണ്ടായിരുന്നു. ഇതിനെക്കാട്ടും നല്ലത് ഫുള്ളും ആ മാസ്ക്. ഇപ്പം ഇനി നോയറിനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഒരു എഫക്റ്റ് ഇല്ല, കാരണം ആ ഒരു പെർഫോമൻസ് കൊണ്ട്. ബ്ലാക്ക് നോയറിൻ്റെ ആ ഒരു ഫേസ് റിവീൽ പോലും കുറച്ചും കൂടി വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. ബട്ട് അവർ ചുമ്മാ ദഹിക്കണം ആള് പെട്ടെന്ന് കാണിച്ചപ്പോൾ പെട്ടെന്ന് ഷോക്കായി പോയി. ഇത് മുഖം കാണിച്ചില്ല, അങ്ങനത്തെ ഒരു സീൻ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ ഒരു എഫക്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. ആൻഡ് ഓഫ് കോഴ്സ് സ്റ്റാർലൈറ്റിൻ്റെ ഒരു സ്റ്റോറി എനിക്ക് അപ്പനെ ഓർമ്മ പോലും ഇല്ല. എനിക്ക് സ്റ്റാർലൈറ്റിന് വന്നത് സീരീസിൽ എങ്ങനെയാന്ന് പോലും വീട്ടുകാർ കൊണ്ടാക്കിയതെന്ന് എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൻ അങ്ങനത്തെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എനിക്കത് ഓർമ്മ പോലുമില്ല. അത് സ്റ്റോറി ലൈൻ ഈ ഒരു എപ്പിസോഡിൽ കൊണ്ടുവന്നു. നോട്ട് ഇൻട്രസ്റ്റഡ്, ഒരിക്കലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ബട്ട് ഇറ്റ്സ് ദെയർ. അങ്ങനെയാണ് അതിലൊരു ചെക്കൻ, ആ ഒരു അനിയൻ, അവനെന്ത് വൃത്തിയായിട്ടവനാണ് അവൻ സ്വന്തം ചേച്ചിനെ ഒറ്റ കൊടുത്തേക്കണം, വൃത്തിയായിട്ട് തെണ്ടി. ആ ഒരു മോമെന്റ് ശരിക്കും ദേഷ്യം വന്നു ഇവൻ ഈ പോലീസുകാരനെ വിളിച്ചപ്പോൾ. പക്ഷേ ആ ഒരു സ്റ്റോറി എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നെ സോൾജിയർ ബോയുടെ സീൻ, അതിൽ ബ്രദറിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ആ ബ്രദർ മിക്കവാറും സൂപ്പർ നാച്ചുറൽ പുള്ളിക്കാരനായിരിക്കും. ആ ഒരു മുടിയൊക്കെ നീട്ടി വളർത്ത പുള്ളിക്കാരനല്ലേ. ഇവർ സൂപ്പർ നാച്ചുറലിൽ 2 മെയിൻ ആൾക്കാരുണ്ടല്ലോ, അതിൽ ഒരു പുള്ളിക്കാരൻ ഇപ്പോഴും വന്നിട്ടില്ല. ആ പുള്ളിക്കാരനാവും ഈ ബ്രദർ എന്ന് തോന്നുന്നു. അപ്പം അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അവർ തമ്മിൽ ഇടിക്കുന്നത് വിച്ച് വാസ് ഇൻട്രസ്റ്റിംഗ് ആണ്. ആദ്യമായിട്ടല്ലേ കാണുന്നത് അവർ തമ്മിൽ. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 2-3 കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഈ പുള്ളിക്കാരൻ നമ്മുടെ ഹ്യൂയി, അവൻ്റെ പേരെനിക്ക് അറിയാൻ പാടില്ല. ആ ഒരു ഇതില്ലേ നമ്മുടെ കൂട്ടുകാരൻ ഫ്രഞ്ചി ഇതൊക്കെ ഒന്ന് ലീഡ് ചെയ്ത കാര്യങ്ങൾ അയാൾ ഇങ്ങനെ കൊണ്ടുവന്ന് എന്നാൽ ഇവനാണ് എന്നൊക്കെ പറഞ്ഞ് സോൾജർ, അതൊന്നും എനിക്കത് ബിലീവബിളായിട്ട് തോന്നിയില്ല. എങ്ങനെയൊക്കെയോ ഇതൊന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി അവരങ്ങനെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടും എനിക്കത് ദഹിച്ചില്ല ഈ സ്റ്റോറി. പിന്നെ ഇവർ തമ്മിലുള്ള എൻകൗണ്ടർ, ഹോംലാൻഡറും ബുച്ചറും അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ കുറച്ചും കൂടിയും എനിക്ക് ഇൻറ്റൻസ് ആയിട്ട് തോന്നി. ഒരു കുറച്ച് സെക്കൻഡ്സ് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അവരെന്തൊക്കെയാണ് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരെ കുറിച്ച് എന്താണ് തോന്നുന്നതെന്ന് ഇവരിപ്പോഴാണ് പറയുന്നത്. കാരണം നേരത്തെയൊക്കെ പറയുമ്പോൾ ഇവരൊരു മാസ്ക് ഇട്ടെന്ന് പറയാറ് എനിക്ക് ഒരു കൂസലില്ല എന്നുള്ള രീതിയിലാണ് പറയാറ്. പക്ഷെ ഇപ്പം ശരിക്കും അവർ മുഖത്ത് നോക്കി എന്തൊക്കെയാണ് നിനക്ക് തോന്നുന്നത്, ഞാൻ നിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അത്രയൊക്കെ ഉള്ളത് എപ്പിസോഡിൽ, വിച്ച് വാസ് വെരി ആവറേജ് എപ്പിസോഡ്. അത്രേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി നല്ല എപ്പിസോഡ് അടുത്ത ആഴ്ച വരട്ടെ എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.